5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും പിന്നെ അതിനൊരു ഓവർകോട്ട് പോലെ ആ ഒരു ഇത് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാനെക്കൊണ്ട് ഞാൻ തന്നിരിക്കുന്ന തുണിയെ 4ആയിട്ട് മടക്കി. അതായത് ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ അങ്ങനെ 4 പീസ്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിവശവും മേൽവശവും ഞാൻ എന്ത് ചെയ്തു, 4 ഇഞ്ച് വീതം ജസ്റ്റ് ലെവൽ ചെയ്യാനെക്കൊണ്ട് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അതായത് ലെങ്ത് എനിക്ക് 10 മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് മൊത്തം 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് നീളം. അതേപോലെ തന്നെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 5 ഇഞ്ച് ചെസ്റ്റ് അളവ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് അങ്ങനെ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 9, അത് 9, അപ്പോൾ 9ൻ്റെ പകുതി 4.5. ആ 4.5 തന്നെയാണ് ആം ഹോളായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെയിം ലെങ്താണ് എടുത്തത്. കാരണം ഓവർകോട്ട് ഇടുന്നത് കൊണ്ട് കുറച്ച് ഇറക്കത്തിലായിരുന്നു. അപ്പം 4 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും എടുത്തേക്കുന്നത്. എന്നിട്ട് ആ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആം ഹോൾ വരച്ച് ജസ്റ്റ് ഞാൻ ഈ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മൊത്തം 6.5 ഇഞ്ചാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് തന്നെയാണ് മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കുന്നത്. ഞാൻ നെക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് നെക്ക് വെട്ടുന്നില്ല. ഓവർകോട്ട് തയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ നെറ്റ് മെറ്റീരിയലാണ്. ഈ ഒരു സ്കേർട്ടും ടോപ്പും തയ്ച്ചതിൻ്റെ ബാലൻസ് ആയിരുന്നു ഇത്രയും തുണി. അതപ്പം ഒരു 20 ഇഞ്ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും തന്നെ എടുത്തിട്ടുണ്ട് അത് തയ്ക്കാനെ കൊണ്ട്. അപ്പോൾ ഇത് ഞാനെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ വെട്ടിയെടുത്ത ആ ഒരു പീസ് ഈ ഒരു നെറ്റ് മെറ്റീരിയലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ആ ചുരിദാറിൻ്റെ നമ്മുടെ സൈഡ് ഓപ്പൺ ചുരിദാറുണ്ട് അതേപോലെ തന്നെ സ്ലിറ്റ് പോയിൻറ്റും അവിടുത്തെ വണ്ണവും മാത്രമേ ഈ നെറ്റ് മെറ്റീരിയലിൽ അടയാളപ്പെടുത്തുള്ളൂ. ബാക്കിയെല്ലാം ആ ക്രോപ്പ് ടോപ്പിന് വെട്ടിയെടുത്ത ആ ഒരു ഉടുപ്പിൻ്റെ അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് 6 ഇഞ്ച് നീളത്തിൽ ഒരു ഡീപ്പ് വി ആയിട്ടാണ് എടുത്തേക്കുന്നത്. ബാക്ക് നെക്ക് 1 ഇഞ്ചിലുമാണ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സ്കേർട്ടിന് എടുത്തേക്കുന്ന തുണി. അപ്പോൾ ആ തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കും. രണ്ടായിട്ട് മടക്കിയിട്ട് ഈ മൂലയ്ക്ക് നിന്ന് ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് മടക്കിയപ്പോൾ ഇവിടെ 2 പീസ്. എന്നിട്ട് ഈ മൂലയ്ക്ക് നിന്ന് ഈ സെൻറ്ററിലോട്ട് മടക്കും. അപ്പോൾ 2 പീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 3, 4 പീസ്. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ മടക്കും. അപ്പം ഇവിടെ 2 പീസ് ഉണ്ട്, മൊത്തം ഇപ്പോൾ 6 പീസായി. 6 പീസ്. എന്നിട്ട് ഇപ്പം നമ്മുടെ വണ്ണം 20 ആണെന്ന് വിചാരിക്കുക. അതായത് വേസ്റ്റ് അളവ് 20 ആണെങ്കിൽ ആ 20നെ ഇവിടെ ഇപ്പോൾ 6 പീസാണല്ലോ നമ്മൾ ഈ മടക്കിയത്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 3.3 ആണ് നമ്മൾ ഈ ഇവിടുത്തെ വേസ്റ്റ് അളവിൽ അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് നമുക്ക് എത്ര നീളം വേണം. ഇപ്പം ഞാനിവിടെ കറക്റ്റ് അളവെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഹുക്കാണ് കൊടുക്കുന്നത്, ഇലാസ്റ്റിക് ഒന്നുമല്ല കൊടുക്കുന്നത്, ഹുക്കാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് തന്നെ എടുക്കുന്നത്. 27 സ്കേർട്ടിൻ്റെ ലെങ്ത് എങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള നീളം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 3 ഇഞ്ചാണെങ്കിൽ എന്ത്, ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ വരെ 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇവിടെ വരെയാണ് 27 എങ്കിൽ അതിൻ്റെ കൂടെ 3 കൂട്ടണം. അതായത് ഇവിടെ നമ്മൾ 3 ഇഞ്ച് നീളത്തിൽ ഇത് വെട്ടിക്കളയുവാണല്ലോ. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരത്തുള്ളൂ, 27 ഒരു 24 വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ 27ൻ്റെ കൂടെ 3 കൂടെ കൂട്ടി 30 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ നീളം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് വെട്ടിയെടുക്കണം. വേണ്ട സ്കേർട്ടിൻ്റെ ബെൽറ്റ് പോർഷനിൽ വെക്കുക. സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എത്ര ആണോ ആ വിഡ്ത്തിനെ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ വിഡ്ത്ത് 10 ആണെങ്കിൽ ഇതിപ്പോൾ 2 മടക്കാണല്ലോ. അപ്പോൾ ഇത് 5 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കണം. 5 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും വെട്ടിയെടുക്കണം. എന്നിട്ട്
ഇതിങ്ങനെ